ആദ്യമായിട്ടാണ് ഞാൻ ലൈവായിട്ട് ഒരാൾ ഒളിച്ചോടി പോകുന്ന വീഡിയോ കാണുന്നത് കേട്ടോ. ഇത് ഇതിപ്പോൾ നടന്നേക്കുന്നത് എൻ്റെ കാടിനടുത്ത് നൂറിനാട് ഉള്ള ഒരു മേഘ നായരുടെ ഒളിച്ചോട്ടാണ്. ഈ മേഘ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശസ്തനായ യൂട്യൂബർ അഖിൽ എന്നാടിയുടെ ഭാര്യയാണ്. ഇവർ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പം ഇവർ പോയ ആളുടെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ അയാളുടെ കൂടെ പോയി എന്നാണ് കേൾക്കണത്. അപ്പം ഇത് പല സോഷ്യൽ മീഡിയ ചാനൽസും ഇത് എന്താ പറയുന്നത് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അഖിൽ എന്നാടിയുടെ കാര്യത്തിൽ പറയാനുള്ള ഇതല്ല. അഖിൽ എന്നാണ്ടി എൻ്റെ വീട് കഴിഞ്ഞ് 2 വീടിനപ്പുറം വന്നിട്ട് ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം മുന്നേ ഈ ഹോട്ടൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ള മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സും വിളിച്ച് നാട്ടിലുള്ളവർക്ക് മുഴുവൻ അന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നതാണ്. ഭയങ്കര തിരക്കായിരുന്നു അന്ന് അവിടെ. നമുക്ക് ലിറ്ററലി റോഡൊക്കെ ബ്ലോക്കായി ഭയങ്കര തിരക്കോടെ കൂടിയാണ് ഇത് ഉദ്ഘാടനം നടത്തുന്നത്. എനിക്കൊന്ന് ഈ ആളുടെ കല്യാണത്തിന് മുന്നേ ആണോ പിന്നെ ആണോ എന്നുള്ളത് എനിക്ക് എക്സാക്റ്റ്ലി ഓർമ്മയില്ല. ഹോട്ടൽ തുടങ്ങി. ഇവർക്ക് നൂറിനാട് CBS സ്കൂളിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ സബ്സിഡറി ആയിട്ടാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഹോട്ടൽ തുടങ്ങിയത്. പക്ഷേ ഈ ഹോട്ടൽ തുടങ്ങി ഇവിടെ അവിടുത്തെ ആ ഫുഡിന് നല്ല പേരാണ് നൂറിനാട് ഭാഗത്ത്. അതുകൊണ്ട് ഈ ഹോട്ടലിൽ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കില്ല. എൻ്റെ വീടിൻ്റെയൊക്കെ മുന്നേ വരെ കാറ് ഒക്കെ ഒരു പാർക്ക് ചെയ്ത് അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണത്. പക്ഷേ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഒരു ഹോട്ടലിൽ എന്തുവേണ്ടി വേസ്റ്റ് ആയിരിക്കും. ഈ വേസ്റ്റുകളൊന്നും പ്രോപ്പറായിട്ട് ഡീകമ്പോസ് ചെയ്യാതെ ഇത് അവിടുത്തെ കാനയിലേക്കും കുഴിവെട്ടി മൂടുക അങ്ങനത്തെ പല പരിപാടികളാണ് ചെയ്തത്. ലിറ്ററലി 1 മാസമൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഈ നാട്ടുകാർക്ക് ഇരിക്കാൻ മേല. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ 2 വീട് അപ്പുറമാണ് എൻ്റെ വീട്. നമുക്കൊന്ന് ആ വീട്ടിൽ ജനലൊന്നും തുറന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ മേല, അത്രയ്ക്ക് സ്മെല്ലാണ്. എൻ്റെ വീടിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചായയും കടിയും കൊടുക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റോളുണ്ട്. അമ്മ ആ പുള്ളീനെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് അറിയാനൊക്കെ. അപ്പോൾ ആ പുള്ളി ഭാഗ്യത്തിന് ഒരാഴ്ച കട അടച്ചിട്ട് നാട്ടിൽ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി പുള്ളിയുടെ പ്രശ്നങ്ങളല്ല എന്നുള്ളത്. പിന്നെ ആളുകൾ ഇത് സെർച്ച് ചെയ്ത് മെമ്പേഴ്സൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഹോട്ടലിൽ ഇവർ ഇങ്ങനത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. അതും അയിലന്നാടിയുടെ നൂറിനാട് നിന്നും മൂന്നാംകുറ്റി എന്ന് പറയുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല. ആ ഭാഗത്തേക്ക് വന്നിട്ടാണ് ഇമാതിരി പരിപാടി ഞങ്ങളുടെ നാട്ടിൽ കാണിച്ചത്. അയാളുടെ നാട്ടിലായിരുന്നു അത് കാണിക്കുമായിരുന്നു. ആരോഗ്യ വകുപ്പ് വന്നു, അവർ അന്ന് തന്നെ സീലടിച്ചു കൊടുത്തു. അതോടെ ഹോട്ടലും പൂട്ടി. അതിന് പകരം പിന്നെ ഒരു ഹോട്ടൽ കുറച്ച് നാൾ വന്നിരുന്നു. പക്ഷേ അവിടെ വരുന്ന ഹോട്ടലിൽ വരുന്നവരൊക്കെ അവർ കൊടുത്തുകൊണ്ടിരുന്ന പോലത്തെ വെറൈറ്റി ഓഫ് ഫുഡ്സ് നോക്കിയായിരുന്നു വന്നത്. പിന്നെ വന്ന ആ കട എനിക്ക് തോന്നുന്നു പച്ച പിടിച്ചില്ല, അവർ പൂട്ടിപ്പോയി. ഇപ്പോൾ ടു സെയിൽ എന്ന ബോർഡ് വെച്ചാണ് ആ പ്രോപ്പർട്ടി അവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഈ ചുറ്റുപാടുള്ള നമുക്ക് ഒരു യൂട്യൂബർ ആണെന്നുള്ള ഒരു ഗ്ലാമർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പുള്ളി വിചാരിച്ചെന്ന് തോന്നുന്നു പുള്ളിക്കൊന്നും ആരും ഒന്നും എതിരെ പറയില്ലെന്നോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ആർക്കും എതിരെ പരാതി എടുക്കരുതെന്നോ ഒരു പ്രോപ്പർ ഡീകമ്പോസിഷൻ ഇല്ലാതെ ഒരു ഹോട്ടൽ നടത്തി നാട്ടുകാരെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ച ഒരു മനുഷ്യനാണ് കേട്ടോ.